മച്ചമ്പരെ കേൾപ്പറങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡ് നിങ്ങളെ സ്വാഗതം. ഇപ്പം നമ്മൾ കുറേ നാളെ പബ്ലിക് പ്രാങ്കുകൾ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇനി ഒരു പബ്ലിക് പ്രാങ്കിലേക്ക് കടക്കാൻ പോവാണ്. അതും എന്താണെന്ന് നമ്മുടെ തീമെന്ന് വെച്ചാൽ, നമ്മൾ ഈ മാർച്ച് മാസം ഇറങ്ങാൻ പോകുന്ന എക്സിറ്റ് എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്. ആ എക്സിറ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഒരു കിടിലം എന്താ പറയണ്ട ഒരു വേറൊരു പടമാണ്. അതിലൊരു മെയിൻ കഥാപാത്രമുണ്ട്. അതൊരു സൈക്കോ ആണോ, അത് ഈവൻ ഞങ്ങൾക്കടുത്ത് പോലും നമുക്ക് പോലും അത് റിവീൽ ആയിട്ടില്ല. അത് സൈക്കോ ആണോ ഭ്രാന്തനാണോ എങ്ങനെയാണെന്നുള്ളത്. ബട്ട് അതിൻ്റെ ഒരു ഫുൾ മേക്കപ്പിൽ ഫുൾ സെറ്റിൽ നമ്മളത് ചെയ്യാൻ പോവാണ്. അതും ഒരു ഏകദേശം ഭ്രാന്തനാണെന്ന് വെച്ചാൽ ഭ്രാന്തനാണ്, സൈക്കോ ആണെന്ന് വെച്ചാൽ സൈക്കോ ആണ്. ഒന്നാമത് കാര്യം ഇന്നലെ നൈറ്റായിരുന്നു ഞങ്ങളിതൊക്കെ ഷൂട്ട് ചെയ്തത്. നൈറ്റ് ഷൂട്ട് ചെയ്ത് ഉറക്കത്തിൽ നിന്നിട്ട് ഒന്ന് ഉറക്കപ്പിച്ചില്ല. അതുകൊണ്ടാണ് മേക്കപ്പൊക്കെ ഇല്ല. ഇവിടെയൊക്കെ വെട്ടൊക്കെ ഇട്ട് നൈസൊരു സാധനമാണ്. സെറ്റ് ചങ്ങലൊക്കെ ഇട്ട് ഒരു വരവുണ്ട്. നമ്മൾ നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. അവിടെ ഒരു കാറിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ ഒരു കാറിൻ്റെ ബാക്കിൽ ഡിക്കിയിൽ ഒളിഞ്ഞിരുന്നാണ് ആൽഫിനെ എടുത്തത്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഈ മേക്കപ്പ് ഇട്ടതിൻ്റെ വീഡിയോസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം മച്ചാൻ കൂടുതലായിട്ടും പറയുന്നില്ല. പിന്നെ എക്സിറ്റ് മൂവി കാണാൻ മറക്കല്. ഈ കഥാപാത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പടത്തിൽ വരാൻ പോകുന്നത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടൊരു കഥാപാത്രമാണ്. ബാ, ദൈവമായിട്ട് കുറേ നാച്ചുറൽ വെട്ടുകൾ വന്നിട്ടുണ്ട്. അത് നമ്മളിന്ന് ഈ റോഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ബാക്കിൽ കാണുന്ന റോഡിലായിരിക്കും ഇവരുടെ ഫ്രണ്ട്സിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ബാക്ക് റോഡിൽ നമ്മളിന്ന് എല്ലാത്തിനും പേടിപ്പിച്ചു കൂട്ടിക്കും. നമ്മൾ നമ്മുടെ മേക്കപ്പ് ഒന്ന് ടെസ്റ്റ് എടുക്കുന്നു. തിരിച്ചോട് നീ ഓട് നിപ്പോ ആടിക്കാം. നീ പോടി. ഓടിച്ചിട്ട് പിടിക്കാൻ നീ കാണണെങ്കിൽ പോടി.
ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂട്ടിയിട്ടായിരുന്നു വീട്ടുകാരൊക്കെ പോയി. ചേച്ചിയുടെ വീട്ടിൽ കയറാൻ പറയാം, അവിടെ നിൽക്കുന്നുണ്ട്. ആ ശരിപ്പെടുത്തോടാ, ശരിപ്പെടുത്തോ. ഇന്ത്യ പറയട്ടെ എന്നെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. അതെ ഞാൻ പക്ഷെ ജീവിച്ചിന് മാറ്റണം. തുടർന്ന് ഞാൻ നോക്കുന്നുണ്ട്. വരാന്ന് പറ, കേറിക്കാൻ പറയും. അപ്പീടാൻ മുട്ടുണ്ടാ വീട്ടിൽ സ്ഥലമില്ല. അതിവിടെ ഇവിടെ ഫുള്ള് വാടാ. നീ വിളിക്കുമ്പോ ഞാൻ നിന്റെ അപ്പനെ വരാം. നീ ഇങ്ങോട്ട് വാ വാ വാ. കല്ലെടുത്ത് തന്നെ നായിന്റെ മോനെ നിന്റെ മോന്തര ഷേപ്പ് പോയിട്ട് ഞാൻ വന്നിട്ട് ഇല്ല അവ ഉപദ്രവിക്കും. അമ്മ എക്കിട്ട് കയറുന്നു. പതുക്കെ ശാന്തമായിട്ട് പറഞ്ഞു പോവാം. ആൾക്കാരെങ്ങനെ പോകുന്നത് ഈ റോഡിൽ ഫുൾ ടൈം ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു രാത്രി. കൊണ്ടുവരിക വിളിച്ചു പറഞ്ഞിട്ട് ആരുള്ള അതിന്റെ അമ്മേനെ അവര് കൊന്നില്ലേ? പത്രത്തിൽ വന്നിട്ടുണ്ട് അമ്മേനെ കൊന്നു. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ പോയപ്പോ കിട്ടി വരും. എന്തായാലും പതുക്കെ പോയത് ശാന്തമാക്കി പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇറക്കാം. ഇല്ല അതൊന്നും കുഴപ്പമില്ല. ഹലോ അത് മനസ്സിലായില്ലേ? ഞങ്ങൾ ഓടിക്കോ. ഇവിടുത്തെ കുഴപ്പമില്ല. ഇവിടെ ഒരു നായേ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ആൾക്കാർ കുഴപ്പമില്ല. നീ നോക്കണം, ശ്രദ്ധിക്കും തോന്നുന്നത് ഉപദ്രവിക്കരുതെന്ന് തോന്നുന്നു. എനിക്ക് പേടി ഒറ്റയ്ക്ക് പോകാൻ.
സൈഡിൽ കൂടെ വാങ്ങാ ഉപദ്രവിക്കൂലടാ. പേടിക്കാൻ നമുക്ക് അറിയാം, കുഴപ്പമില്ല. നീ പേടിക്കുന്ന എന്തിനാ വന്നത്? പെട്ടെന്ന് പേടിച്ച് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് പേടിച്ചടാ. അതിങ്ങനെ പേടിപ്പിക്കാൻ പറ്റും, ഒന്നും ചെയ്യത്തില്ല. എന്നെ കണ്ടില്ല ഇത്ര ഇവിടെ നിന്നിട്ട്. കേൾപ്രാങ്കറിയില്ലേ അഞ്ചും ബിലാലിക്കൊക്കെ അന്ന് ചെയ്തേ, അതിന്റെ ആളാണ് ഈ മേക്കപ്പ്. ഫ്ലാഷ് ബാക്ക്. അയ്യോ ബ്രോ എന്താ വലിയ സീനായാ? സീനായാ കൊച്ചമ്മരെ പച്ച കൂര് ഇരുട്ട്. അതായത് ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന ഒരു ഗ്യാരേജിലാണ്. ആ ഗ്യാരേജില് അതും കാറിന്റെ ബാക്ക് സൈഡിൽ കൂര് ഇരുട്ടി മതിലിന്റെ സൈഡിൽ. ബ്രോ ബ്രോ ഉണ്ടായിരുന്ന ക്യാമറ കണ്ടേ ഇല്ലല്ലോ. ഈ ഇരുട്ടി ഇന്നതാണ് നൈറ്റ് ആയണ്ട. എന്താ നിന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ അവിടെ നൈസായിട്ട് നിന്നത്. അപ്പൊ മച്ചാമാരെ നമ്മൾ ഇനി ഇതിന്റെ ഡേ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ എക്സിറ്റിന്റെ ബാക്കി ഇനി ഡേ ടൈമിൽ കാണാം. ഒരിക്കലും ദൈവം ഇത് സ്ക്രിപ്റ്റാന്നൊന്നും പറയില്ലേ. കാര്യം അത്ര 3-4 മണിക്കൂർ മേക്കപ്പ് ഇട്ട് ഈ ഇരുട്ടത്ത് വന്നിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇനി ഡേ ടൈമിൽ പേടിച്ചു പോകണ്ട. ബ്രോ എക്സിറ്റ് എന്ന് പറഞ്ഞ മൂവിയുണ്ട്, ഇവിടെ ഷൂട്ടായിരുന്നു. ഓക്കെ പേടിക്കണ്ട. ഒരു ഹായ് വന്നേ ക്യാമറ എന്താ. ഓക്കെ ശരി. എന്നിട്ട് സ്കൂളിൽ ഓട്ടോടി കൊണ്ടുവന്ന് മാറ്റിയിട്ട് ഓടിക്കളഞ്ഞു. നമ്മുടെ എക്സിറ്റ് മൂവിയുടെ അതിന്റെ കഥാപാത്രം ഇങ്ങനെയാണ്. ഇങ്ങനെ ഭ്രാന്തരായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുന്നൊരു സംഭവമാണ്. എന്തോ തോന്നി? ഒന്നും പറയാനില്ല. എന്തോ തോന്നി? അവ പകുതി ഇരിക്കുന്നു. സ്പീഡ് പറഞ്ഞില്ല. വളയം കൊണ്ട് ഞാന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഞാനും പേടിക്കും. ആണല്ലേ? എനിക്ക് ചിരി അല്ല ബ്രോക്ക് അറിയണ്ടായില്ലല്ലോ. ബ്രോക്ക് അറിയണ്ടായില്ലല്ലോ. ഇയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ പറഞ്ഞു
എവിടെ പറഞ്ഞേ ഒരു കൈ എനിക്ക് പേരല്ല ഉള്ളിലപ്പോ കയ്യിൽ ചങ്ങലയൊക്കെ എവിടെങ്കിലും പൊട്ടിച്ചു വന്നാണ് ഇവിടെ വേറെ കാർ എടുത്തോണ്ടോ ഇല്ലേ അറിയാറുന്നില്ല മേക്കപ്പ് മേക്കപ്പ് ഞാൻ ഇരുട്ടത്തരം മോങ്ങാണ്ട്